നമുക്ക് ഡൽഹിയിലേക്കൊന്ന് പോകാം. പാർലമെന്റ് അവിടെ ചൂടുപിടിക്കുകയാണ്. അംബേദ്കർ വിഷയത്തിൽ അംബേദ്കർ വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. അംബേദ്കർ പ്രതിമ മുതൽ മഹർദ്വാർ വരെ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇപ്പോൾ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്നുണ്ട്. കോൺഗ്രസ് അംബേദ്കറെ അപമാനിക്കുന്നു എന്നാരോപിച്ച് BJP MPമാർ പാർലമെന്റിന് പുറത്തും പ്രതിഷേധിക്കുന്നുണ്ട്. നോബൽ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, പാർലമെന്റിന്റെ അകത്തും പുറത്തും ഇന്ന് പ്രതിഷേധമായിരിക്കുമല്ലേ? അരുൺ, പാർലമെന്റ് നടപടികൾ 11 മണിക്ക് ആരംഭിക്കാൻ ഇരിക്കെ പാർലമെന്റ് കവാടത്തിന് മുമ്പിലും പാർലമെന്റിന്റെ മറ്റു മേഖലകളിലൊക്കെ ശക്തമായ ഭരണപക്ഷ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചു എന്ന് കാണിച്ചുകൊണ്ട് പ്രതിഷേധിക്കുമ്പോൾ BJP ആകട്ടെ കോൺഗ്രസ് അംബേദ്കറെ അപമാനിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി വലിയ മുദ്രാവാക്യം വിളികളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കേൾക്കുകയും ചെയ്യാം. എന്താണെങ്കിലും ഇപ്പോൾ ഈ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം ആരംഭിച്ചത്. അവിടെ നിന്ന് അവർ പാർലമെന്റ് പ്രധാന കവാടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനുശേഷമായിരിക്കും നേരെ പാർലമെന്റിന് അകത്തേക്ക് കയറുക. അതേസമയം പാർലമെന്റ് പ്രധാന കവാടത്തിൽ നിന്ന് ആരംഭിച്ച BJPയുടെ പ്രതിഷേധം മറ്റൊരു സൈഡിലേക്ക് ഇപ്പോൾ മാർച്ചായി നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതാണെങ്കിലും ഈ അംബേദ്കർ വിഷയം അത് വലിയ തരത്തിൽ തന്നെ ഇന്ന് പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഭാ നടപടികൾ 11 മണിക്ക് ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളത്തിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതേസമയം ഭരണപക്ഷ ബെഞ്ചും എന്താണെങ്കിലും ഇന്ന് ചുമ്മാ ഇരിക്കില്ല. അവരും ശക്തമായി തന്നെ പ്രതിഷേധത്തിലേക്ക് പോകും. ഇന്നലെ ഈ അംബേദ്കർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചെങ്കിൽ പോലും പ്രതിപക്ഷം ഇപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ അംബേദ്കർ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണം, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാപ്പ് പറയണം എന്ന നിലപാടാണ്. പക്ഷേ BJPയോ അല്ലെങ്കിൽ NDAയോ ആകട്ടെ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടാണുള്ളത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കം ഇത് ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഇന്നലെ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നതാണെങ്കിലും ഒരു വശത്ത് BJP ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. കാരണം ഈ അംബേദ്കർ വിഭാഗത്തിലൂടെ കോൺഗ്രസ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെക്കുന്നുണ്ട്. നമുക്ക് പ്രതിപക്ഷത്തിന്റെ ആ മാർച്ച് കണ്ടാൽ അറിയാം. നീല കളറുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. ഭൂരിഭാഗം MPമാരുടെയും കയ്യിൽ നീല കളറുള്ള ഷാളുണ്ട്, അല്ലെങ്കിൽ മറ്റു ചിലർ നീല കളറുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. അംബേദ്കറിന്റെ ഫോട്ടോ അവർ പൊക്കിപ്പിടിക്കുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ അംബേദ്കർ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പക്ഷേ ഭരണപക്ഷവും ഈ വിഷയത്തിൽ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പാർലമെന്റിലെ BJPയുടെ പ്രതിഷേധവും. അരുൺ, രാഹുൽ ഗാന്ധി പതിവ് വെള്ള ടീഷർട്ടിന് പകരം നീല ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ചിലർക്കെങ്കിലും നീല കിട്ടിയിട്ടില്ല. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിന് നീല കിട്ടിയിട്ടില്ല. അതേപോലെ നമ്മുടെ ഹൈബിയുടെ നീല കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാവരും ശരീരത്തിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ നീല കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജയ് ഭീം എന്ന മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. മറുഭാഗത്ത് BJPയുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ കാണുന്നത് കോൺഗ്രസിലെ MPമാരുടെ പ്രതിഷേധമാണ്. നീല വസ്ത്രം ധരിച്ച് രാഹുൽ ഗാന്ധിയും, പതിവിന് വിപരീതമായി വെള്ളവസ്ത്രം ഉപേക്ഷിച്ച് നീല വസ്ത്രം ധരിച്ച് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പാർലമെന്റിലെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ശക്തമായ പ്രതിഷേധമാണ്. കൊടിക്കുന്നിൽ സുരേഷുണ്ട്, ഒപ്പം KC വേണുഗോപാലുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും MPമാരും ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുകയാണ്. നമുക്ക് ആ പ്രതിഷേധം ഒരിക്കൽ കൂടി ഒന്ന് കണ്ടുവരാം. ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും. മറുഭാഗത്ത് കോൺഗ്രസിനെ പ്രതിരോധിച്ചുകൊണ്ട് BJPയുടെ പ്രതിഷേധവുമുണ്ട്. അതേസമയം അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പ്രതികരണവുമായി കമലഹാസനും എത്തിയിട്ടുണ്ട്. അംബേദ്കറുടെ ആശയങ്ങളാണ് ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുത്തത്. അംബേദ്കർ സാമൂഹിക അനീതിയുടെ അതിർവരമ്പ് ഭേദിച്ചു. അംബേദ്കറിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുകയും സാമൂഹ്യനീതിക്കായി പോരാടുകയും ചെയ്യുന്ന ആർക്കും അദ്ദേഹത്തെ കളങ്കപ്പെടുത്തുന്നത് സഹിക്കാനാവില്ല. പാർലമെന്റിൽ നടക്കേണ്ടത് അംബേദ്കർ ആശയങ്ങളുടെ അർത്ഥവത്തായ ചർച്ചയാണെന്നും കമലഹാസൻ എക്സിൽ കുറിച്ചിട്ടുണ്ട്.